ഒരുപാട് യാത്രകൾ ചെയ്യുന്നതാണ് അല്ലേ? ഇപ്പം തനിച്ചാണ് കൂടുതലും യാത്രകൾ, ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരുന്നൊക്കെ തനിച്ചാണ്. പണ്ട് യാത്ര ചെയ്യുമ്പോൾ ഉള്ള അതേ ഒരു ടെൻഷനും കാര്യങ്ങളും ഇപ്പോഴും ഉണ്ടോ? അത് ഇപ്പൊ കുറച്ചും കൂടി ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഫീൽ ആണോ മനസ്സിൽ തോന്നുന്നത്? അതെയോ പണ്ടത്തെ സാഹചര്യമാണോ? പണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോവുകയുണ്ടായിരുന്നില്ല, ഒരു റൂമിൽ പോലും ഒറ്റയ്ക്ക് കിടക്കില്ലായിരുന്നു ഞാൻ. അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കൂടെ ഒരാളുണ്ടാവും, എന്തായാലും എല്ലാവരുടെ കൂടെയും 1-2 ആൾക്കാരുണ്ടാവും. അപ്പം നമ്മളെ കൂടെ ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾ ആൾക്കാർക്കാണെങ്കിൽ ഒരാൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് കമ്പനിയാണല്ലോ. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അതിനൊരു മാറ്റം വന്നു. അതായത് കൂടെ വരുന്ന ആൾക്കാർക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല, പ്രൊഡ്യൂസർക്ക് അത് പറ്റില്ല. പക്ഷേ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്, മറ്റ് 2-3-4 ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊക്കെ അന്ന് തൊട്ടിട്ട് അപ്പം ഞാൻ നോക്കുന്ന സമയത്ത്, അന്ന് ലെനയൊക്കെ ഞാൻ പരിചയപ്പെട്ട ആ ഒരു സമയത്ത് അവളൊക്കെ ഒറ്റയ്ക്കാണ് വരുന്നത്. ഞാൻ വെച്ച് ഇത്രയും കൊച്ചു പെൺകുട്ടികളൊക്കെ ഒറ്റയ്ക്കാണ് വരുന്നത്, നമ്മളെന്തിനാ അത് പേടിക്കേണ്ട കാര്യം? എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അന്ന് തൊട്ട് ഞാനും ഒറ്റയ്ക്ക് വരെ, ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നതും ഒക്കെ. പക്ഷേ ഒറ്റയ്ക്കുള്ള യാത്ര സ്ത്രീകൾക്ക് എപ്പോഴും ഒരു സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചേച്ചിക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിന്ന് കേട്ടു. എനിക്കല്ല, നമ്മൾ ട്രെയിനിൽ ഞങ്ങളൊക്കെ തിരുവനന്തപുരത്ത് എത്താനായിട്ടുണ്ട് ട്രെയിന്. കുറെ കാലമായിട്ട് നമ്മൾ കാറിലാണല്ലോ പോകുന്നതൊക്കെ. ട്രെയിൻ കൊറോണ സമയമായതുകൊണ്ട് ഒരിക്കലും ട്രെയിൻ അങ്ങനെ പോവാറില്ല. തിരുവനന്തപുരത്ത് എത്താനായപ്പോൾ ഒരു ഭയങ്കര ബഹളം കേൾക്കുന്നുണ്ട് പുറത്തുനിന്ന്. എല്ലാവരും തിരിഞ്ഞു നോക്കി, എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പയ്യനങ്ങ് 10-25 വയസ്സുണ്ടാവും, അവൻ ചിരിച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട്. അവിടെ പോയി ഇരുന്നിട്ട് അങ്ങോട്ട് നോക്കുന്നുണ്ട്, ക്യാമറ കൊണ്ട് അവനെന്തോ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും എന്താ മനസ്സിലാക്കുന്നത്, എല്ലാവരും നോക്കുന്ന സമയത്ത് അവർ ഒരു അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം എനിക്ക് എന്താ ഇതായാലും ഞാൻ നേരെ ചെന്നു ആ കുട്ടിയുടെ അടുത്ത് വെച്ചാൽ എന്താ. അപ്പം അത് നല്ല കുറച്ച് കഴിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഒറിജിനലായിട്ടാണോ അത് നല്ല സാരി ഉടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ മീശൻ്റെതൊക്കെ അങ്ങനെ ആയിട്ടേ ഉള്ളൂ. നമ്മൾ കുറേ ആൾക്കാരെ കാണുന്നുണ്ട്, അങ്ങനെ പോലും ആയിട്ടില്ല. അപ്പോൾ അതൊരു സ്ത്രീ സാരി ഇത്രേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ചെന്ന് അതിനെ കയറി പിടിച്ചു ഈ പയ്യൻ. അപ്പൊ ആ പിടിച്ചപ്പോ കുറച്ച് എവിടെയാ പിടിച്ചത്, എന്തോ ഒരു സ്ഥലത്ത് പിടിച്ചിട്ടുണ്ട്. ആ ശക്തിയിലാണ് ഇതിന്റെ കരച്ചിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ശരിക്കും അതാ ഞാൻ പറഞ്ഞത്, സ്ത്രീകൾ ഒരിക്കലും സുരക്ഷിത അല്ല ഇപ്പോൾ. അല്ല, പുരുഷന്മാർക്ക് പോലും ഇപ്പോൾ രാത്രി ഇറങ്ങി നടക്കുക എന്നുള്ളത് അത്ര ഒരു അല്ലാത്ത കാലഘട്ടമാണ് ഇപ്പോൾ. അതൊക്കെ ഭയങ്കര വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. പുറത്ത് നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടണം, അത് എപ്പോ വരും എന്നൊക്കെ കാത്തിരിക്കുന്ന ഒരു ആൾക്കാരാണ് നമ്മളെല്ലാവരും. തീർച്ചയായിട്ടും. പക്ഷെ അത് എനിക്ക് രാത്രി 12 മണിക്ക് ഒറ്റയ്ക്ക് ഒരു സ്ത്രീകൾ ഇറങ്ങി നടക്കണം എന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യം ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കും നമ്മൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ നോർമലായിട്ടുള്ള ആൾക്കാരല്ല എല്ലാവരും. പല സ്വഭാവങ്ങളുണ്ട്, പല മാനസിക രോഗികളുണ്ട്. അവരെയൊക്കെ നന്നാക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മുടെ ഒരു ശരീരത്തിന്റെ ഒരു ശക്തി എന്നൊരു സംഭവമുണ്ട്, സ്ത്രീയും പുരുഷനും തമ്മിൽ. അതാണല്ലോ പ്രശ്നം. അത് നമുക്ക് നേരിടാൻ പറ്റില്ല, പ്രത്യേകിച്ച് നമ്മൾ പേടിച്ചു പോകും, അല്ലേ? അപ്പൊ അതുകൊണ്ട് രാത്രി എന്നുള്ളതല്ല, പകലൊക്കെ ഒന്ന് സ്ത്രീകൾക്കൊന്ന് സമാധാനത്തോടെ യാത്ര ചെയ്യാൻ പറ്റുന്നൊരു കാലഘട്ടം വരുമോ? കുറച്ചൊക്കെ ഞാൻ പറയുന്നത്, പലപ്പോഴും പല സ്ത്രീകളും ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ ആൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ഒരു പ്രായം വരെ, ഒരു 5 വയസ്സ് വരെയെങ്കിലും നമ്മൾ കൂടെ, അവർ കുളിക്കുന്ന സമയത്ത് നമ്മളുടെ കൂടെ അവരെ കുളിപ്പിക്കുക അവർ ചെയ്യണം. കാരണം സ്ത്രീ ശരീരം കുട്ടി കാണുകയാണ്, മനസ്സിലായില്ലേ? ഇത് കാണാതെ ഒളിച്ചു വെക്കും പലപ്പോഴും. ഡ്രസ്സ് ചെയ്യുമ്പോൾ 3 വയസ്സുള്ള കുട്ടിയെ പുറത്താക്കിയിട്ട് ഡ്രസ്സ് ചെയ്യുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ തൊട്ട് കുട്ടികൾക്ക് ആകാംക്ഷയാണ്, എന്താണിത്, എന്താ കാണാൻ പാടില്ലാത്ത എന്താണ് എന്നുള്ളൊരു സംഭവം. അങ്ങനത്തെ കുട്ടികളാണ് സ്ത്രീകളെ ഒളിഞ്ഞു നോക്കുന്നത്, അങ്ങനത്തെ കുട്ടികളാണ് കയറി പിടിക്കുന്നത്. അല്ലാതെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും ഒരുമിച്ച് വളരെയും ഇതാക്കുകയും ചെയ്യുന്ന കുട്ടികൾ ഒരിക്കലും സ്ത്രീ ശരീരം കണ്ടാൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കില്ല, കയറി പിടിക്കില്ല. അത് കാര്യം ഉറപ്പാണ്. അതെ, നമ്മളെപ്പോഴും ഒരു ഒളിച്ചു വെക്കുമ്പോൾ അതെന്തോ വലിയ സംഭവമാണ്. ഇപ്പൊ എന്റെ മോൻ വലിയ ആള് പിന്നെ ഒരു 2-3 വയസ്സ്. അപ്പൊ അപ്പുറത്തെ വീട്ടിൽ കുറേ പെൺകുട്ടികൾ മാത്രം, കൊച്ചു കുട്ടികൾ. മോനന്ന് 3 വയസ്സുണ്ട് വലിയ ആൾക്ക്. ആ കുട്ടികൾ കൊച്ചു കുട്ടികളാ. തൊട്ടപ്പുറത്തെ വീട്ടിൽ കോഴിക്കോട് കേട്ടോ, അവിടെ ആൺകുട്ടികളില്ല. അപ്പൊ അവരിത് കണ്ടിട്ടില്ല, ഇങ്ങനെ എന്താ സംഭവം ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വ്യത്യാസങ്ങൾ അവർക്ക് അറിയുന്നില്ല. അപ്പൊ എപ്പോഴും പറയും, കുട്ടികള് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശബ്ദം ഒന്നും കേട്ടില്ലേ നമ്മൾ പോയി നോക്കണം എന്ന് പറയും. കാരണം എന്തെങ്കിലും കുസൃതികൾ ഒപ്പിക്കുമായിരിക്കും. അങ്ങനെ ഇവര് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒറ്റ കുട്ടികളെ കാണുന്നില്ല, ആരും കാണുന്നില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ കുട്ടികളൊക്കെ എവിടെയെന്ന് നോക്കുന്ന സമയത്ത് ഒരു സ്റ്റെയർ കേസ് ഉണ്ട്, അതിന്റെ താഴെ എല്ലാരും പരസ്പരം അഴിച്ചിട്ട് നോക്കുക, അതെന്താ സംഭവം. അവരപ്പോ അത് ശരി. അപ്പൊ ഒന്നും വഴക്കൊന്നും പറഞ്ഞില്ല. വഴക്ക് പറയുമ്പോ അവർക്ക് തെറ്റാൻ തോന്നും. കാരണം അവര് നോക്കുക, ഇതൊരു ആൺകുട്ടിയുണ്ട് ഒരു പെൺകുട്ടിയുണ്ട്, അപ്പൊ നിങ്ങളത് എന്താ വ്യത്യാസം? കൊച്ചു കുട്ടികളാ.
ഇപ്പത്തെ കുട്ടികൾക്കെല്ലാം ഫോണും ഒക്കെ കയ്യിലുള്ളതുകൊണ്ട് ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. അതെ അതെ അപ്പൊ ജന്മനാ കുട്ടികൾക്ക് ആണും പെണ്ണും എന്താണെന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. ഉണ്ട് ഉണ്ട്. അപ്പോൾ ഡ്രസ്സ് മാറ്റുമ്പോഴാണെങ്കിലും വലിയ കുട്ടികളെ ഒരു പരിധിവരെ കൂടെ നിർത്തുക, അച്ഛന്മാരാണെങ്കിലും അവർ കാണണം ശരിക്കും. അതെ അതെ. അപ്പൊ ഇതൊന്നും നടക്കില്ല. അത് ചേച്ചി പറഞ്ഞത് ശരിക്കും ഞാൻ യോജിക്കുന്നു. അത് ആലോചിക്കുമ്പോൾ നമുക്ക് അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു സിസ്റ്റം സിനിമ കാണുകയാണെങ്കിൽ തന്നെ സിനിമ നമ്മൾ കാണുന്ന സമയത്ത് ഇപ്പോൾ എല്ലാ ചാനലിലും പലതും കാണുന്നുണ്ട്. അതെ. അപ്പോൾ കുട്ടികളും ഞങ്ങളൊക്കെ ഇരുന്ന് കാണും. അത് ചെറിയ മോൻ ഒരിക്കൽ ഇങ്ങനെ കണ്ടപ്പോൾ ചുണ്ടിൽ കിസ് ചെയ്യുന്നൊരു സംഭവം കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, അതെന്താ മമ്മ അങ്ങനെ ചോദിച്ചു, എന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അവൻ ചെറുതാ. അപ്പം ഞാൻ പറഞ്ഞു, അത് ഇംഗ്ലീഷുകാർ അങ്ങനെയാണ്, നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കില്ലേ, അതിന് പകരം അവർ ചെയ്യുന്ന. അവിടെ തീർന്നു. അത് അവന് വലുതായപ്പോൾ അവന് മനസ്സിലായി. അതെ. നമ്മൾ വേറൊന്നും പറയണ്ട. നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികളെ നമ്മൾ സുഹൃത്തുക്കളാക്കുക. അവർക്ക് ചോദിക്കാനുള്ള സംശയം മുഴുവൻ നമ്മളെ അടുത്ത് വന്ന് ചോദിക്കുക, നമ്മളതിന് മറുപടി കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും.